എൻകൗണ്ടർ സമർപ്പിക്കുന്നത് വാരിയർ ഡെനിം ആൻഡ് കാഷ്വൽസ്, ദ ഗെയിം ചേഞ്ചർ. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ളയുടെ വർഗീയ പരാമർശത്തിൽ പോലീസ് കേസെടുത്തു. മതസ്പർദ്ധ വളർത്തി വർഗീയ ചേരിതിരിവിന് ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ആറ്റിങ്ങൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആറ്റിങ്ങലിലെ ചീഫ് ഇലക്ഷൻ ഏജന്റ് വി. ശിവൻകുട്ടിയുടെ പരാതിയിന്മേലാണ് നടപടി. വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിലാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ളയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആറ്റിങ്ങൽ പോലീസ് കേസെടുത്തത്. 153, 153A എന്നീ വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയത്. മതസ്പർദ്ധ വളർത്തി വർഗീയ ചേരിതിരിവിന് ഇടയാക്കി എന്നിവയാണ് കുറ്റങ്ങൾ. ആറ്റിങ്ങലിലെ ചീഫ് ഇലക്ഷൻ ഏജന്റ് വി. ശിവൻകുട്ടിയുടെ പരാതിയിലാണ് കേസെടുത്തത്. വിശദമായ അന്വേഷണം നടത്തിയ ശേഷമാകും കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുക. കഴിഞ്ഞ 13-നാണ് ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ പരിപാടിക്കിടെ ശ്രീധരൻപിള്ള മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. ബാലാക്കോട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ജാതിയും മതവും തിരയുന്നവരുണ്ട്. ഇസ്ലാമാണെങ്കിൽ ചില അടയാളങ്ങൾ പരിശോധിക്കണം, ഡ്രസ്സെല്ലാം മാറ്റി നോക്കണ്ടേ എന്നായിരുന്നു പരാമർശം. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയിരുന്നു. ശ്രീധരൻപിള്ളയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വി. ശിവൻകുട്ടി ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇന്ന് മുക്താർ അബ്ബാസ് നഖ്വി നടത്തിയുള്ള പരാമർശങ്ങൾക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലായി ന്യൂനപക്ഷ വിരുദ്ധ, സ്ത്രീ വിരുദ്ധ, വ്യക്തിവിരോധം വളർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ പേരിൽ മതിയായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ കോടതിയുടെ ഇടപെടലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. എങ്ങനെയാണ് ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്? വിദ്വേഷ പ്രസംഗത്തിൽ പ്രചാരണത്തിന്റെ ദിശ തെറ്റിയോ എന്ന് അന്വേഷിക്കുകയാണ് എൻകൗണ്ടർ. ഇന്ന് വിഷം തുപ്പുന്നു നമ്മുടെ നേതാക്കൾ എന്നതാണ് എൻകൗണ്ടർ പരിശോധിക്കുന്ന വിഷയം. ഈ ചർച്ചയിൽ എൻ്റെ അതിഥികൾ ഡിവൈഎഫ്ഐ നേതാവ് ശ്രീ ജേക്ക് സി തോമസ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ബി.ജെ.പിയെ പ്രതിനിധീകരിച്ച് ജന്മഭൂമിയുടെ മുൻ എഡിറ്റർ ശ്രീ KVS ഹരിദാസ് ഈ ചർച്ചയിൽ പങ്കെടുക്കും. മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ PV തോമസ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ഡൽഹിയിൽ നിന്ന്. ശ്രീ PV തോമസ്, രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രവണതകളെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ PV തോമസ്, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലായി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിലെ മുതിർന്ന നേതാക്കൾ, അതായത് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുക, വർഗീയ ചേരിതിരിവ് ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക, ജാതിയും മതവും നിരന്തരം പ്രചാരണ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുക. ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് നിന്നും അദ്ദേഹം ഒളിച്ചോടിയിരിക്കുന്നു, വയനാട്ടിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടി ജയിച്ചു വരാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്ന് തുടങ്ങി മോദി സേന എന്ന പരാമർശം, മേനക ഗാന്ധി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, അസം ഖാൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിലുടനീളം നേതാക്കൾ വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി ഇടപെടലിനെ തുടർന്ന് ചില നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇത് എന്ത് തരം പ്രവണതയാണ്? ഇത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണോ? ഇന്ത്യയുടെ ക്ഷമിക്കണം ആദ്യമായിട്ടാണ് തോമസ്, ഞാൻ താങ്കളിലേക്ക് ഇപ്പോൾ വരാം. തിരുവനന്തപുരത്ത് പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക് നേതാക്കളെ, ഈ വിശാലമായിട്ടുള്ള ജനാവലിയിൽ പങ്കെടുക്കുന്ന, ജനാവലിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലൂടെ ഈ ജനസമുദ്രത്തെ പ്രകാശമാനമാക്കിയിരിക്കുകയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പവിത്രമായിട്ടുള്ള വോട്ട് സമ്മതിദാനാവകാശത്തിലൂടെ ഈ ഭാരതത്തെ മുഴുവൻ നിങ്ങൾ പവിത്രമാക്കും, പ്രകാശമാനമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. आधुनिक ट्रावणकोर के निर्माता मार्तंड वर्मा की इस धरती को मैं नमन करता हूं. स्वाति थिरुनल, वक्कम कादिर मौलवी, अय्या वेकुंडा स्वामिकल और श्री नारायण गुरु जैसी विभूतियों को
मेरा कोटि कोटि नमन। ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ മാർത്താണ്ഡവർമ്മയുടെ ഈ പുണ്യഭൂമിയെ ഞാൻ നമസ്കരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, സ്വാതി തിരുനാൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയ പുണ്യ മഹാത്മാക്കൾക്ക് എന്റെ കോടി കോടി നമസ്കാരങ്ങൾ. I am here today to thank my sisters and brothers of Thiruvananthapuram had been strongly supporting BJP since long. തിരുവനന്തപുരത്തെ എന്റെ സഹോദരി സഹോദരന്മാർക്ക് നന്ദി പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. 2014 മുതൽ ഈ മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തമായിട്ട് പിന്താങ്ങുന്ന ഒരു മണ്ഡലമാണ്. The faith and affection towards the BJP and me has only increased over time. Today, I am here to seek your blessing so that we continue to convert your faith and affection to record development. 2014 മുതൽ ഭാരതീയ ജനതാ പാർട്ടിയോടും എന്നോടുമുള്ള വിശ്വാസം നിങ്ങൾ നാൾക്ക് നാൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളുടെ അനുഗ്രഹം തേടി വന്നിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ വിശ്വാസവും സ്നേഹവും തുടർന്നും ഈ നാടിന്റെ വികസനത്തിന് ആവശ്യമാണ്. साथियों, आप भली भांति जानते हैं कि भारतीय जनता पार्टी ने इस बार भी तिरुअनंतपुरम में अपना उम्मीदवार श्री कुम्मनम राजशेखरन जी को बनाया है. वो आपके बीच मशहूर है ही. इनकी सादगी, ईमानदारी और स्वच्छ छवि की दिल्ली तक बहुत चर्चा होती है. राजशेखरन जी ने कई साल केरला में बीजेपी की कमान भी संभाली है. मेरा आपसे आग्रह होगा कि इस बार हमारे सभी भारतीय जनता पार्टी के उम्मीदवारों को भव्य विजय दिलाएं. സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ തവണ തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി ശ്രീ കുമ്മനം രാജശേഖരൻ അവർകളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ വിനയം, ഇതെല്ലാം തന്നെ ഇവിടെ മാത്രമല്ല അങ്ങ് ഡൽഹിയിലടക്കം ചർച്ചാ വിഷയമായിട്ടുള്ള വിഷയമാണ്. ദീർഘകാലം അദ്ദേഹം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ നയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇത്തവണ രാജശേഖരൻജിക്കും അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ മറ്റ് സ്ഥാനാർത്ഥികൾക്കും ഒരവസരം നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. साथियों, पिछले 5 वर्षों में भारतीय जनता पार्टी की सरकार पर जो भरोसा आपने दिखाया, उसके कारण आज भारत तेज गति से आगे बढ़ रहा है और जल में, थल में, नभ में और अंतरिक्ष में भी सुरक्षित है. സുഹൃത്തുക്കളെ, നിങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിൽ അർപ്പിച്ച വിശ്വാസം മൂലം ഇന്ന് ഭാരതം അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് കരയിലും സമുദ്രത്തിലും ആകാശത്തിലും ബഹിരാകാശത്തിലും ഇന്നെല്ലാം നമ്മൾ ഭാരതീയർ സുരക്ഷിതരാണ്. आज मोबाइल फोन से लेकर मिसाइल तक जीवन का ऐसा कोई क्षेत्र नहीं है जो स्पेस से कंट्रोल नहीं होता. कल्पना कीजिए, अगर कोई गलत ताकत कभी स्पेस में हमारे संसाधनों पर हमला कर दें, तब क्या होगा? സുഹൃത്തുക്കളെ,
ഇന്ന് മൊബൈൽ തൊട്ട് മിസൈൽ വരെയുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സാങ്കേതിക വിദ്യയും ഇന്ന് ബഹിരാകാശത്ത് നിന്ന് നിയന്ത്രിക്കാൻ കഴിയാത്തതായിട്ട് അങ്ങനെയുള്ള യാതൊന്നുമില്ല. ഇതിലെല്ലാം ബഹിരാകാശ നിയന്ത്രണമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഛിദ്രശക്തികൾ ബഹിരാകാശത്തുള്ള നമ്മുടെ ഈ സാമഗ്രികളെ ആക്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. Sisters and brothers, our country need not worry about this any longer. Your Chokidar has empowered our scientists to create a security shield. We will always protect India from the seas to the skies. സഹോദരി സഹോദരന്മാരെ, ഇതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിന് ഇനി ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ചൗക്കീദാർ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ഈ ഭീഷണിയിൽ നിന്ന് മുക്തരാകാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ കവചം തീർക്കാൻ എല്ലാവിധ അധികാരങ്ങളും നൽകിയിരിക്കുകയാണ്. ഇന്ത്യയെ എല്ലാവിധ ആക്രമണങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും സംരക്ഷിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. साथियों, ये काम पहले भी हो सकता था, लेकिन कांग्रेस की सरकार के पास हिम्मत नहीं थी. वो फैसले लेने से डरते थे. हाँ, कुछ ऐसा करना हो जिससे देश से नुकसान होता हो, वैज्ञानिकों का मनोबल टूटता हो, तो कांग्रेस का सारा डर खत्म हो जाता है. केरला की धरती के सपूत वैज्ञानिक नंबी नारायण जी के साथ क्या किया गया, ये आपको पता है ना. സുഹൃത്തുക്കളെ, ഇത് നേരത്തെ തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ അന്ന് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിന് അതിനുള്ള ധൈര്യമില്ലായിരുന്നു. അവർക്ക് തീരുമാനമെടുക്കാൻ ഭയമായിരുന്നു. തീർച്ചയായിട്ടും ഈ നാടിന് നഷ്ടമുണ്ടാക്കുന്ന, ശാസ്ത്രജ്ഞരുടെ മനോബലം തകർക്കുന്ന എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ കോൺഗ്രസിന് എല്ലായ്പ്പോഴും അതിന് അവരുടെ ഭയം മുഴുവൻ പമ്പ കടക്കുമായിരുന്നു. കേരളത്തിൻ്റെ സ്വന്തം പുത്രൻ ശാസ്ത്രജ്ഞനായ ശ്രീ നമ്പിനാരായണനോട് എന്താണ് കോൺഗ്രസ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനെ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? Sisters and brothers of Kerala, can we ever forgive the Congress for the poor treatment they gave to scientist Nambi Narayan ji, a proud son of this soil? സഹോദരി സഹോദരന്മാരെ, കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ശ്രീ നമ്പിനാരായണനോട് കാണിച്ച ഹീനമായിട്ടുള്ള പെരുമാറ്റത്തിന് എന്തെങ്കിലും നമുക്ക് കോൺഗ്രസിനോട് ക്ഷമിക്കാനാകുമോ? साथियों, यही अंतर एक राष्ट्रवादी सरकार और एक वंशवादी सरकार के बीच होता है. यही अंतर एक निर्णायक सरकार और एक नारे देने वाली सरकार में होता है. സുഹൃത്തുക്കളെ, ഇതാണ് ദേശീയവാദികളുടെ സർക്കാരും കുടുംബാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുടെ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ സർക്കാരും വാഗ്ദാനങ്ങൾ മാത്രം നൽകാൻ അറിയുന്നവരുടെ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. भाइयों और बहनों, इस बार के चुनाव सिर्फ एक सरकार बनाने के लिए नहीं है. ये चुनाव आने वाले वर्षों में भारत विकसित देश कैसे बने, इसके लिए है. भारत दुनिया की टॉप 3 इकोनॉमी के क्लब में कितनी जल्द पहुंच सके, आप इस चुनाव में आपके एक वोट से ये तय करने वाले हैं. സുഹൃത്തുക്കളെ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കേവലം സർക്കാർ രൂപീകരിക്കാൻ മാത്രമുള്ള തെരഞ്ഞെടുപ്പല്ല. വരാനിരിക്കുന്ന വർഷങ്ങളിൽ നമുക്ക് എങ്ങനെ വികസനത്തിൻ്റെ പാതയിൽ മുന്നേറണം എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഭാരതത്തെ
ലോകത്തിലെ ആദ്യത്തെ 3 സാമ്പത്തിക ശക്തികളിൽ ഒന്നാക്കി തീർക്കാനുള്ള തീരുമാനം, ആ തീരുമാനമാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. These elections will determine if India will create the rules or simply follow them. These elections are about the aspirations of new India. ഈ തെരഞ്ഞെടുപ്പ് രാജ്യാന്തര രംഗത്ത് പുതിയ വഴിത്താരകൾ സൃഷ്ടിക്കണോ അതോ മറ്റുള്ളവരെ പിന്തുടരണമോ എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഇത് ഒരു പുതിയ ഇന്ത്യയുടെ പ്രത്യാശകളുടെ തെരഞ്ഞെടുപ്പാണ്. साथियों, ऐसे में तिरुवनंतपुरम के केरला के हर वोटर, विशेष तौर पर फर्स्ट टाइम वोटर पर बहुत बड़ी जिम्मेदारी है. സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ഓരോ സമ്മതിദായകനും, പ്രത്യേകിച്ച് പുതിയ വോട്ടർമാർക്ക് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണുള്ളത്. साथियों, जब सरकारें विचार और विजन के बजाय राजनीतिक हिंसा से चलती है तो केरला जैसे स्वर्ग पर भी आंच आती है. कांग्रेस और कम्युनिस्टों ने यहां के भाईचारे, आस्था और विश्वास के साथ क्या कर दिया है ये आपके सामने है. सिर्फ सत्ता पाने के लिए अपनों का खून बहाना ये केरला का कल्चर नहीं है. आए दिन हिंसा, आए दिन हत्याएं, बच्चों को अनाथ कर देना, माओं की कोख उजाड़ देना, ये केरल का कल्चर नहीं है. സുഹൃത്തുക്കളെ, സർക്കാരുകൾ ആശയങ്ങളുടെയും ആദർശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതിന് പകരം കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ സർക്കാരുകളിൽ എത്തുമ്പോൾ കേരളം പോലെ സ്വർഗതുല്യമായിട്ടുള്ളൊരു പ്രദേശം പോലും നരകമായിട്ട് മാറുന്നു. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിലെ ജനങ്ങളുടെ സാഹോദര്യത്തിനും വിശ്വാസങ്ങൾക്കും എതിരായിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് നാം കണ്ടതാണല്ലോ. ഇതെല്ലാം നിങ്ങളുടെ കൺമുന്നിലുണ്ട്. അധികാരത്തിന് മുന്നിൽ സ്വന്തം കൂടപ്പിറപ്പുകളുടെ രക്തമൊടുക്കുന്ന സംസ്കാരം അത് കേരളത്തിൻ്റെതല്ല. അക്രമങ്ങളുടെയും കൊലപാതകത്തിൻ്റെയും സംസ്കാരം, കുട്ടികളെ അനാഥരാക്കുന്നവർ, അമ്മമാർക്ക് മക്കളെ നഷ്ടമാക്കുന്നവർ, ഇതൊന്നും തന്നെ കേരളത്തിന്റെ സംസ്കാരമല്ല. ये केरला की महान परंपरा और संस्कृति के खिलाफ है. जब पूरा देश विकास के रास्ते पर चल पड़ा है तो केरला को कांग्रेस और कम्युनिस्टों के इस कल्चर से मुक्ति दिलाना ये बहुत जरूरी हो गया है. ഇത് കേരളത്തിന്റെ മഹത്തായിട്ടുള്ള സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും എതിരാണ്. രാജ്യം മുഴുവൻ വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളത്തിന് അതേ പാതയിലൂടെ ചലിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഈ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് മോചനം നേടേണ്ടതുണ്ട്. इसी हिंसक कांग्रेस कम्युनिस्ट कल्चर ने यहां केरला में सैकड़ों बीजेपी संघ कार्यकर्ताओं की जान ली है. उनके बलिदान को मैं नमन करता हूं. मैं बीजेपी के प्रत्येक कार्यकर्ता को कहूंगा कि उनकी तपस्या एक न एक दिन अवश्य सफल होगी. केरल को भी हिंसा की राजनीति करने वालों की महामिलावट से मुक्ति मिलेगी. കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കൊലപാതക രാഷ്ട്രീയം മൂലം ആയിരക്കണക്കിന് BJP RSS പ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടുള്ളത്. അവരുടെ വീരബലിദാനത്തിന് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഓരോ BJP പ്രവർത്തകനോടും പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ സഹനത്തിന് തീർച്ചയായിട്ടും ഒരു ദിവസം ഫലം കാണും. ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് മോചനം നേടാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഈ
ഈ മുന്നണി രാഷ്ട്രീയത്തിൽ നിന്ന് മോചനം നേടാനുള്ള ശ്രമമാണ് നമുക്കുണ്ടാകേണ്ടത്. भाइयों और बहनों, लोकतंत्र में विचारधाराओं पर सरकारें बनती है, बिगड़ती है. नीतियों के आधार पर विरोध और समर्थन होते हैं, लेकिन कांग्रेस और कम्युनिस्ट की विचारधारा अवसरवाद की है, ഓപ്പർച്യൂണിസം की है. ജനാധിപത്യത്തിൽ സർക്കാരുകൾ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിക്കപ്പെടുന്നതും ഇല്ലാതാകുന്നതും. നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എതിർപ്പും പിന്തുണയും തീരുമാനിക്കപ്പെടുന്നത്. പക്ഷേ കോൺഗ്രസുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇപ്പോഴത്തെ പ്രത്യയശാസ്ത്രം അവസരവാദത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. केरल में एक दूसरे की नीतियों का विरोध करते हैं, आपस में लड़ते हैं और दिल्ली में सत्ता के लिए एक साथ आ जाते हैं. कांग्रेस के अध्यक्ष को संसद पहुंचने के लिए यहां वायनाड आना पड़ रहा है. वो कहते हैं कि वो वाम दलों के खिलाफ कुछ नहीं बोलेंगे. केरल में कुश्ती और दिल्ली में दोस्ती, ये इनका खेल है. സുഹൃത്തുക്കളെ, കേരളത്തിൽ പരസ്പരം പോരടിക്കുന്ന നയങ്ങളുടെയും നിലപാടുകളെയും പരസ്പരം എതിർക്കുന്നവർ ഡൽഹിയിൽ അധികാരത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വരുന്നു. കോൺഗ്രസിന്റെ പ്രസിഡന്റിന് പാർലമെന്റിൽ എത്താനായിട്ട് ഇവിടെ വയനാട്ടിൽ വരേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇടതുപക്ഷത്തിനെതിരായിട്ട് ഞാൻ ഒന്നും പറയില്ല എന്ന്. കേരളത്തിൽ വരുമ്പോ ഗുസ്തി, ഡൽഹിയിലെത്തുമ്പോ അങ്ങേയറ്റത്തെ ചങ്ങാത്തം. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം. My dear friends, it is not politics, but it is a self-interest. It is completely opportunism. സുഹൃത്തുക്കളെ, ഇത് രാഷ്ട്രീയമല്ല, മറിച്ച് സ്വന്തം താൽപര്യ സംരക്ഷണമാണ്, തികഞ്ഞ അവസരവാദമാണ്. साथियों, अगर ये सोचते हैं कि केरल की जनता इसको समझती नहीं है, तो ये बहुत बड़ी भूल कर रहे हैं. साथियों, कांग्रेस के नामदार का कहना है कि साउथ को मैसेज देना था तभी वायनाड गया. अरे तिरुवनंतपुरम से मैसेज नहीं जारी दिया जा सकता था क्या? ये तो राजधानी है. तिरुवनंतपुरम से नहीं तो पट्टनम थिट्टा से भी ही मैदान में उतर आते और बड़ा मैसेज चला जाता. സുഹൃത്തുക്കളെ, ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇവർ കരുതുന്നതെങ്കിൽ ഇവർക്ക് വലിയ തെറ്റാണ് പറ്റിയിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ പറയുന്നത് ദക്ഷിണേന്ത്യക്ക് ഒരു സന്ദേശം നൽകാനാണ് വയനാട് വരെ വന്നിട്ടുള്ളത് എന്നാണ്. അതെന്താ, തിരുവനന്തപുരത്തിറങ്ങി ഒരു സന്ദേശം കൊടുത്തുകൂടെ? തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമല്ലേ? ഇനി തിരുവനന്തപുരത്ത് വേണ്ടാന്ന് വെച്ചോ. എന്നാൽ പത്തനംതിട്ടയിൽ ഇറങ്ങി അതിനേക്കാൾ വലിയൊരു സന്ദേശം കൊടുത്തുകൂടെ? എന്താ അതിനൊന്നും മുതിരാത്തത്? भाई और बहनों, ये मैसेज साउथ के लिए नहीं, बल्कि ये मैसेज अपीजमेंट पॉलिटिक्स का है, जिसको कांग्रेस ने अपने विजन का हिस्सा बना लिया है. भाई और बहनों, कांग्रेस अमेठी मॉडल ऑफ डेवलपमेंट का विजन केरल के लिए लेकर के आई है. आज के डिजिटल इंडिया के युग में जब स्मार्टफोन हर हाथ में है और डेटा दुनिया में सबसे सस्ता हमारे यहाँ है, तब अमेठी की हालत जानने में केरल को ज्यादा परेशानी नहीं होगी. സഹോദരി സഹോദരന്മാരെ, ഇത് ദക്ഷിണേന്ത്യക്ക് സന്ദേശം നൽകാനുള്ള ശ്രമമല്ല, പകരം കോൺഗ്രസിന്റെ പ്രീണന നയത്തിന്റെ സന്ദേശമാണ് ഇത് നൽകാനുള്ളത്. ഇത് കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്, കോൺഗ്രസിന്റെ ആശയത്തിന്റെ ഭാഗമാണ്. കാരണം കോൺഗ്രസ് അമേരിക്കയിൽ എന്ത് വികസനമാണ്, അമേരിക്കയിലെ വികസനം, അമേഠിയിലെ വികസനത്തിന്റെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടുമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. നമ്മുടെ കൈകളിലുള്ള സ്മാർട്ട് ഫോൺ, ആ സ്മാർട്ട് ഫോൺ ഉള്ളത് കൊണ്ട് മാത്രമല്ല ഇന്ന്
നമുക്കുള്ള വിവരങ്ങൾ കിട്ടാൻ ഡാറ്റ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് അമേഠിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കും. Sisters and brothers, be it the Congress or the Communists, they do not respect people. They do not value human life, nor do they care about people's faith. സഹോദരി സഹോദരന്മാരെ, കോൺഗ്രസ്സുകാരാവട്ടെ കമ്മ്യൂണിസ്റ്റുകാരാട്ടെ, അവർക്ക് ജനങ്ങളോട് യാതൊരു ബഹുമാനവുമില്ല. അവര് മനുഷ്യ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അവര് വിശ്വാസങ്ങളുടെ കാര്യത്തിൽ അവര് ഒരു തരത്തിലുള്ള പ്രാധാന്യവും നൽകുന്നില്ല. कम्युनिस्टों को हमारे पूजा पाठ और धर्म कर्म से दिक्कत है, ये हम जानते हैं, लेकिन वो आस्थावानों के अधिकारों को नहीं कुचल सकते. आज यहां स्थिति ये बना दी गई है कि भगवान का नाम तक नहीं ले सकते. भगवान का नाम लेने पर यहां की कम्युनिस्ट सरकार झूठे केस करती है, लाठियां पिटवाती है. സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റുകാർക്ക് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക്, നമ്മുടെ പൂജാകർമ്മങ്ങൾക്ക്, ആ പൂജാകർമ്മങ്ങൾ അവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അവരതിനോട് യോജിക്കുന്നില്ല. പക്ഷേ നമ്മുടെ അനുഷ്ഠാനങ്ങളുടെ ആചാരങ്ങളെ അതിനെ തകർക്കാൻ, നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കാൻ അവർക്കൊരിക്കലും സാധിക്കില്ല. ഇന്ന് ഇവിടുത്തെ സാഹചര്യം ഈശ്വരന്റെ പേരുച്ചരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഈശ്വരന്റെ പേരുച്ചരിക്കുന്നവരെ, അങ്ങനെയുള്ളവരെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കള്ളക്കേസിൽ കൊടുക്കുന്നു, അവരെ ലാഠിചാർജ് നടത്തുന്നു. അതാണ് ഇന്ന് കേരളത്തിലെ സാഹചര്യം. भाइयों और बहनों, भारत में हजारों सालों से जो परंपराएं विकसित हुई हैं, उन पर राजनीति के लिए किसी तरह का प्रहार हम बर्दाश्त नहीं करेंगे. केरला का बच्चा इसका विरोध करेगा, आस्था का चौकीदार बनकर खड़ा होगा. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ തുടരുന്ന വിശ്വാസ പാരമ്പര്യങ്ങളെ, ആ പാരമ്പര്യങ്ങളെ രാഷ്ട്രീയ കളികളുടെ പേരിൽ നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. കേരളത്തിലെ ഓരോ കുഞ്ഞും ആ ആചാര അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കാവൽക്കാരായിട്ട് നിലകൊള്ളും എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. भाइयों और बहनों, मैं आप सभी को आश्वस्त करना चाहता हूं, 23 मई को जब फिर एक बार मोदी सरकार बनेगी तो कोर्ट से लेकर संसद तक हम आपकी आस्था के लिए लड़ेंगे. आस्था को संविधान संरक्षण दिलाने का काम हम करेंगे. സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. 23-ാം തീയതിക്ക് ശേഷം, മെയ് മാസം 23-ാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്ന് മോദി സർക്കാർ ഒരിക്കൽ കൂടി രൂപീകരിക്കപ്പെടുമ്പോൾ കോടതി തൊട്ട് പാർലമെന്റ് വരെ എല്ലാ വേദികളിലും ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാനായിട്ട് പോരാടും. മാത്രമല്ല, വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം നൽകാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യും. BJP stand is clear, but Congress is playing a dangerous double game. They say something in Delhi, something else in Kerala. It is important to understand their two faces. ബിജെപിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ്. എന്നാൽ കോൺഗ്രസ് കളിക്കുന്നത് അപകടകരമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പാണ്. ഡൽഹിയിൽ ഒരു നിലപാട്, കേരളത്തിലെത്തുമ്പോൾ മറ്റൊരു നിലപാട്. ഈ
ഇരട്ടത്താപ്പ് തിരിച്ചറിയാൻ നമ്മുടെ നാട്ടുകാർ അതിന് തയ്യാറാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. साथियों, केरला में जाति पंथ के आधार पर भेदभाव और भ्रष्टाचार गवर्नेंस का मॉडल बन चुका है. खुद मुख्यमंत्री पर लवलीन घोटाले के आरोप हैं, मंत्रियों पर गंभीर आरोप हैं, यहां तक कि बाढ़ और तूफान से प्रभावित लोगों के लिए जो पैसा आया उसको भी नहीं छोड़ा. अब तो ये भी साफ हो रहा है कि केरला की भीषण बाढ़ नेचुरल कैलेमिटी से ज्यादा सरकारी लापरवाही का परिणाम ही थी. സുഹൃത്തുക്കളെ, കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുള്ള ഒരു ഭരണ സംവിധാന മാതൃകയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ലാവ്ലിൻ അഴിമതിയിൽ ആരോപിതനാണ്. മറ്റു നിരവധി മന്ത്രിമാർ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണ്. വെള്ളപ്പൊക്കത്തിലും ചുഴലിക്കാറ്റിലും കഷ്ടപ്പെട്ട ദുരിതബാധിതർക്ക് അയച്ചു കൊടുത്ത പണം പോലും അത് അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ സാധിച്ചില്ല. അതുപോലും തട്ടിയെടുക്കുന്ന, അവരെ പോലും വെറുതെ വിടാത്ത ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഒരു കാര്യം, കേരളത്തില് ഈ തരത്തിലുള്ള ദുരിതബാധിതരെ, ആ ദുരിതത്തിന് കാരണക്കാരായിട്ടുള്ളത്, അത് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വിവരം, ആ ദുരിതത്തിന്, വെള്ളപ്പൊക്കത്തിന് കാരണക്കാരായിട്ടുള്ളത് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. A government that is so careless does not have the right to remain in office for a single moment. ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്രയും ശ്രദ്ധയില്ലാത്ത, കാര്യക്ഷമതയില്ലാത്ത ഒരു സർക്കാരിന് ഭരണത്തിൽ ഒരു നിമിഷം പോലും തുടരാനുള്ള ധാർമ്മിക അധികാരമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. साथियों, ये तो भला हो केरल के माछी मारे साथियों का, जिन्होंने अपनी जान हथेली पर रखकर लोगों की जान बनाई. ये हमारे साथी सच में हमारे समंदर के चौकीदार हैं. സഹോദരങ്ങളെ, സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് സഹജീവികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത് കേരളത്തിലെ നല്ലവരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ്. ഇവരാണ് നമ്മുടെ യഥാർത്ഥ മിത്രങ്ങൾ. ഇവരാണ് നമ്മുടെ കടലിന്റെ സംരക്ഷകർ, ഈ നാട്ടിന്റെ സംരക്ഷകർ, ഈ നാട്ടിന്റെ കാവൽക്കാർ. मछुआरों को सशक्त करने के लिए केंद्र की एनडीए की सरकार ने अनेक कदम उठाए हैं. मछुआरों को समय पर खतरे का अलर्ट मिले, इसके लिए नाविक डिवाइस दिए जा रहे हैं. इसके अलावा फिशरीज के लिए अलग डिपार्टमेंट बनाने का हमने बजट के अंदर घोषित किया है. वहीं मछुआरों को किसान क्रेडिट कार्ड की सुविधा भी दे दी गई है. इसके अलावा डीप सी फिशिंग के लिए, बोट के आधुनिकीकरण के लिए भी मदद दी जा रही है. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അവരെ ശാക്തീകരിക്കാനായിട്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ സർക്കാർ നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക്, കടലിൽ പോകുന്നവർക്ക് സമയാസമയങ്ങളിൽ അപായ സൂചന നൽകാനുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ടുള്ള, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പ് തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന് പുറമെയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ആനുകൂല്യങ്ങൾ. ആ ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി ബാധകമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകളുടെ ആധുനികവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, ആ സഹായങ്ങളും നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. साथियों, केरला में भाजपा हर वर्ग को उसका हक दिलाने के लिए खड़ी है. हम केरला के सामान्य मानवी को भी उनका हक दिलाने के लिए प्रतिबद्ध है. हम पूरे देश में 10% आरक्षण देकर गरीबों को उनका हक दिला रहे हैं, वो भी किसी का हक छीने बिना.
बीजेपी सरकार ने ही पिछड़ा वर्ग आयोग को संवैधानिक दर्जा दिया है. കേരളത്തിൽ സുഹൃത്തുക്കളെ, കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി ഓരോ വിഭാഗത്തിൻ്റെയും അവകാശങ്ങൾ, ആ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളതാണ്. കേരളത്തിലെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ, അവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ, ഇതൊക്കെ തന്നെ നേടിക്കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന കേന്ദ്രത്തിലെ സർക്കാർ. രാജ്യത്ത് പാവപ്പെട്ടവർക്ക് 10% സംവരണം നൽകിക്കൊണ്ട്, സാമുദായിക മത അടിസ്ഥാനത്തിലുള്ള സംവരണത്തിനപ്പുറത്ത് 10% സംവരണം നൽകിക്കൊണ്ട് ദരിദ്രരുടെ വിഷമങ്ങൾ, അവർക്ക് ക്ഷേമം ഉറപ്പുവരുത്താനുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് മറ്റുള്ളവരുടെ ആരുടെയും അവകാശങ്ങൾ തട്ടിയെടുക്കാതെയാണ് ഈ അവകാശങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന് മാത്രമല്ല, കേന്ദ്രത്തിൽ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം തുടരുകയാണ്. ഇപ്പോഴും തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി അല്പം മുൻപാണ് എത്തിയത്. അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രവർത്തകരടങ്ങുന്ന ഒരു വലിയ ജനാവലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം കേരളത്തിൽ ചർച്ച ചെയ്യുന്ന, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന നിരവധി വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു. ശാസ്ത്രം പൂർണ്ണമായ അർത്ഥത്തിൽ ശാസ്ത്രജ്ഞരുടെ സേവനം ഈ രാജ്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും രാജ്യം തന്റെ കൈകളിൽ സുരക്ഷിതമാണെന്നും ഇത് കോൺഗ്രസിന് മുൻപ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്നും ഭയന്നിട്ട് കോൺഗ്രസ് ഇത് ചെയ്തിട്ടില്ലെന്നുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം നിരവധി വിഷയങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ് പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത്. ശബരിമല വിഷയത്തിൽ ആചാര സംരക്ഷണത്തിന് വേണ്ടി BJP ഒപ്പമുണ്ടാകും എന്ന നിലപാട് പ്രധാനമന്ത്രി ഇവിടെ ആവർത്തിച്ചു. അതോടൊപ്പം തന്നെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ നിലപാട്, ഇടത് സർക്കാരിൻ്റെ നിലപാടുകളെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. വിശ്വാസ സംരക്ഷണത്തിന് ഈശ്വരൻ്റെ പേര് പറഞ്ഞാൽ കേസെടുക്കുന്നൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇടതുപക്ഷവും UDFും ഏറ്റുമുട്ടുമ്പോഴും ഇവിടെ അവർ പരസ്പരം ഏറ്റുമുട്ടുകയും കേന്ദ്രത്തിൽ അവർ ഒന്നിച്ചു നിൽക്കുകയും സൗഹൃദം പങ്കിടുകയും ചെയ്യുന്നത് ഇത് ഇരട്ടത്താപ്പും അവസരവാദവുമാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയം സംബന്ധിച്ചാണ്. കേരളത്തിലെ അക്രമ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നൊരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. എൻകൗണ്ടർ എന്ന് പരിശോധിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നിരന്തരം തുടരുകയും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ എന്തുകൊണ്ടാണ് വിദ്വേഷ പ്രസംഗങ്ങൾ, ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ, സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നിരന്തരം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് സംബന്ധിച്ചാണ്. ഇത് രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം രൂപപ്പെട്ടത് എന്ന് പരിശോധിക്കുകയാണ് എൻകൗണ്ടർ. എന്നോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ PV തോമസ് ഉണ്ട് ഡൽഹിയിൽ. ഒപ്പം തന്നെ BJPയുടെ ശ്രീ KVS ഹരിദാസ്, കോൺഗ്രസിൻ്റെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് ശ്രീ JC തോമസ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ശ്രീ PV തോമസ്, ക്ഷമിക്കണം, താങ്കൾ തുടക്കത്തിൽ നമ്മൾ ഈ ചർച്ച താങ്കളോട് ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ പൊതുയോഗത്തെ പ്രസംഗം തുടങ്ങിയത്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകേണ്ടി വന്നത്. ശ്രീ PV തോമസ്, നമ്മൾ തുടങ്ങിയത് ഈ തെരഞ്ഞെടുപ്പിൽ സവിശേഷമായി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പല സന്ദർഭങ്ങളിലായി ഈ പറയുന്ന വിദ്വേഷ സ്വഭാവമുള്ള പ്രസംഗം നടത്തുന്നു. പ്രധാനമന്ത്രി മുതൽ സംസ്ഥാന നേതാക്കൾ വരെ ജാതിയും മതവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെ താങ്കൾ നിരവധി തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. ഇത് ഒരു സവിശേഷമായ സാഹചര്യമാണോ ഈ രാജ്യത്ത് ഇക്കുറി? ഞാൻ പറയാം, 1981 മുതൽ ഞാൻ ദേശീയ രാഷ്ട്രീയം കവർ ചെയ്യുന്നതാണ്, ഇലക്ഷൻ കവർ ചെയ്യുന്നതാണ്. 81 പോടി ഗഡ്വാൾ ഇലക്ഷൻ, HN ബഗുണ മത്സരിച്ച ഇലക്ഷൻ, ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ പാർലമെൻറ്റിൽ കൊണ്ടുവരില്ല എന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം. പല പ്രാവശ്യം തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. അങ്ങനെ പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയേറെ ഇലക്ഷൻ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങൾ രാഷ്ട്രീയമായിരുന്നു. ഇപ്പോൾ
മതവും ജാതിയും ആണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ പാകിസ്ഥാൻ, വലിയൊരു പരിധിവരെ പാകിസ്ഥാനുമുണ്ട്. ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു തിരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങൾ. പുരോഗമനമോ അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ വെറും ഒരു പിന്നീട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറയുന്നത് മതമാണ്. മതം പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയം വരുന്നത്. അത് ഒരുപക്ഷെ 1990-കളിലെ 89-ന് ശേഷമുള്ള ഇത് രാമക്ഷേത്രത്തിന് ശേഷമുള്ള സംഭവങ്ങളാണ് ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് വരുന്നത്. അതിനുശേഷം വരുന്നതെല്ലാം മതമാണ് വരുന്നത്. രാമക്ഷേത്രമാണ് മെയിൻ പ്രശ്നമായിട്ട്, പ്രധാന പ്രശ്നമായിട്ട് വരുന്നത്. ഇങ്ങനെ അതിനുശേഷം വരുന്നു, പിന്നെയും വരുന്നു. ഇപ്പം 2000 വരുമ്പോഴേക്കും അത് തന്നെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ അത് കൂടുതൽ രൂക്ഷമാവുകയാണ് ഈ മതം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം വേറെ വിഷയങ്ങളൊന്നുമില്ല. ഈ രാഷ്ട്രീയക്കാർക്ക്, അത് അഡ്വാനി ആകട്ടെ മോഡി ആകട്ടെ, ഇവർക്കെല്ലാം ഉള്ള ഒരു പ്രശ്നം മതം മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ. വേറെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ പുരോഗതിയോ കേരളത്തിൻ്റെ ഇന്ത്യയുടെ കാര്യങ്ങളൊന്നും പറയാൻ അവർക്കില്ല. ശ്രീ പി വി തോമസ്, ഇത് സംഘപരിവാർ സംഘടനകൾ മാത്രം തുടങ്ങി വെച്ച അല്ലെങ്കിൽ അവരിൽ നിന്ന് ഉദ്ഭവിച്ച ഒരു ട്രെൻഡാണോ? അവർ ഈ വർഗീയ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന വിഭജനത്തിന്റെ ഒരു രാഷ്ട്രീയം പയറ്റുന്നു സംഘപരിവാർ സംഘടനകൾ മാത്രമായി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലെ പല പല സന്ദർഭങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ? ഇല്ല. ഞാൻ പറയുന്നത് നേരത്തെയുള്ള സംഭവമാണ്. ഇപ്പോൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സംഘപരിവാർ സംഘടനകൾ മാത്രമാണ്. കോൺഗ്രസ് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വം എല്ലാം വരുന്നുണ്ട്. അത് വേറൊരു കാര്യമാണ്. കോൺഗ്രസ് BJP-യെ സംഘപരിവാർ സംഘടനകളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയാണത്. അതും തെറ്റായുള്ള സംഭവമാണ്. സംഘപരിവാർ സംഘടനകൾ ഇതിനെ ഏറ്റവും ധ്രുവീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് മതത്തെയാണ്. അതാണ് ഞാൻ പറയുന്നത്. ആ ഒരു സംഭവം നമ്മുടെ ജനാധിപത്യത്തിന് ഒരിക്കലും ശുഭകരമായിട്ടുള്ള കാര്യമല്ല. അത് സംഘപരിവാറാകട്ടെ, കോൺഗ്രസ് ആകട്ടെ, വേറെ റീജിയണൽ പാർട്ടികൾക്ക് അവരുടേതായ വിഷയങ്ങളുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഈ രണ്ട് ദേശീയ രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതല്ല ജനാധിപത്യം, അതല്ല ജനാധിപത്യവും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതല്ല. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് BJP-യും സംഘപരിവാർ പാർട്ടികളുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവർക്കാണ് ധ്രുവീകരണം ആവശ്യമായിട്ട് വരുന്നത്. കാരണം മറ്റ് ന്യൂനപക്ഷങ്ങളുടെ ധ്രുവീകരണം കൊണ്ടൊന്നും കോൺഗ്രസിന് കിട്ടാനൊന്നും പോകുന്നില്ല. കോൺഗ്രസ് അത് വിഭജിക്കപ്പെട്ടു പോവുള്ളൂ. UP-യിലാണെങ്കിൽ SP-യോ BSP-യോ കൊണ്ടുപോവുള്ളൂ, അവർക്ക് കിട്ടില്ല. അപ്പോൾ അത് ഇവർക്ക് വേണ്ടിയിരുന്ന BJP-ക്ക് വേണ്ടത്, സംഘപരിവാർ പാർട്ടികൾക്ക് വേണ്ടത് ഇങ്ങനെയൊരു മതധ്രുവീകരണമാണ്. ഹിന്ദു വോട്ടാണ് വേണ്ടത്. അത് ഏറ്റവും ദോഷകരമായിട്ടുള്ള അപകടകരമായിട്ടൊരു നീക്കമാണ്. കാരണം ഭൂരിപക്ഷം എൻ്റെ അഭിപ്രായത്തിൽ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കേണ്ടവരാണ്. അല്ല, അവരൊന്നിച്ചു കൂടിക്കൊണ്ട് അതിനെ അടിച്ചൊടുക്കാനായിട്ടുള്ളൊരു രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ നിലനിൽക്കില്ല. ജ്യോതികുമാർ ചാമക്കാല, മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടെന്ന്, അത് അതിന് കവചം തീർത്തുകൊണ്ട് നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമാണ്. ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആ ആശയത്തെ നിലനിർത്തേണ്ടതാണ്. അവിടെ കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആക്ഷേപവും പരാതിയും സംഘപരിവാർ സംഘടനകൾ, BJP അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ ഇവിടെ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നു, വർഗീയ വിദ്വേഷം പരത്തുന്നു, ഹിന്ദുത്വ തീവ്രവാദത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രചാരകരായി അവർ മാറുന്നു. നിരവധി സന്ദർഭങ്ങളിൽ നിങ്ങൾ അത് പരാതിപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾ മുതൽ യോഗി ആദിത്യനാഥും മേനകാ ഗാന്ധിയും ഒക്കെ നടത്തിയിട്ടുള്ള ഇടപെടലുകളിലൊക്കെ കോൺഗ്രസ് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇപ്പോൾ മധ്യപ്രദേശ് പോലൊരു സംസ്ഥാനത്ത്, അതായത് RSSന്റെ കേഡർ സംവിധാനം സുശക്തമായി പ്രവർത്തിക്കുന്ന മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് BJP-യെ നേരിടാൻ എന്ന പേരിൽ കോൺഗ്രസും ഹിന്ദുത്വ കാർഡ് കളിക്കുന്നില്ലേ? ജാതിയും മതവും ഒക്കെ ഈ പറയുന്ന വോട്ടുകളുടെ ധ്രുവീകരണം സാധ്യമാക്കുന്ന തരത്തിൽ ഒരു കൗണ്ടർ സ്ട്രാറ്റജി എന്ന നിലയിൽ കോൺഗ്രസും അത്തരം കാര്യങ്ങൾ പയറ്റുന്നില്ലേ? സിദ്ധു നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഇവിടെ K. സുധാകരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം, കോൺഗ്രസ് നേതാക്കളും ഈ ആക്ഷേപവും ഈ ആരോപണവും നേരിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സംഘപരിവാർ സംഘടനകളെ വിമർശിക്കുമ്പോഴും കോൺഗ്രസും പൂർണ്ണമായി ഇതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ശ്രീ തോമസ് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു.
കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ള ഡിബേറ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ രാഷ്ട്രീയം പറയുന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ താങ്കൾ നമ്മൾ ഈ ഡിബേറ്റ് തന്നെ നീണ്ടുപോയത് മോദിയുടെ പ്രസംഗത്തെ സംബന്ധിച്ചാണ്. അവിടെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ GST കുറിച്ച് പറയാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹം 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് തരാമെന്ന് പറഞ്ഞതിനെ കുറിച്ച് പറയാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹം ഡിമോണിറ്റൈസേഷനെ കുറിച്ച് പറയാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹം റഫേലിനെ കുറിച്ച് പറയാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹം അല്ലംബനിയെ കുറിച്ച് പറയാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹം 15 വ്യവസായികൾക്ക് കൊടുത്ത സഹായത്തെക്കുറിച്ച് പറയാത്തത്? അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നേ. നിങ്ങളിപ്പോഴും ഈ വർഗീയ കാർഡുകൾ ഇറക്കി ഇത്തരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. അവിടെയാണ് അവരുടെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം എങ്ങനെയോ അവർ കഴിഞ്ഞ 2014 അധികാരത്തിൽ വന്നു, ശരിയാണ്. ഇപ്പോൾ 5 വർഷത്തെ ഭരണം കഴിയുമ്പോൾ പോലും ഭരണ നേട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രകടന പത്രിക മുന്നോട്ട് വെച്ചുകൊണ്ടോ അവർക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്നില്ല. അത് അടിസ്ഥാനപരമായ ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനേക്കാൾ ലാഭകരവും അതിനേക്കാൾ നേട്ടവും കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഭൂരിപക്ഷ വർഗീയതയിലാണ് എന്ന് അവർ ചിന്തിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സെക്കുലർ ഫേസായി തന്നെ നിലനിൽക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഈ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ അവിടെയോ ഇവിടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ തിരുത്താനും തയ്യാറാണ്. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം അതല്ല. ഇവിടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും വിലയിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഒപ്പം ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഭരണഘടന, ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന മാനിഫെസ്റ്റോയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറഞ്ഞാൽ കേരളത്തിലെ കഴിഞ്ഞ 1000 ദിവസം പൂർത്തീകരിച്ചിരിക്കുന്ന LDF സർക്കാരിൻ്റെ ഭരണ നേട്ടവും ഭരണകോട്ടവും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയത്തെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇതൊക്കെ കേട്ടുകേഴ്വി മാത്രമായിരുന്നു. ഇത്തരത്തിൽ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജാതിയുടെ പേരിലുള്ള പോളറൈസേഷൻ, മതത്തിൻ്റെ പേരുണ്ടായിരുന്ന പോളറൈസേഷനൊക്കെ ഇപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുകയാണ്. ആ രീതിയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ശ്രീ തോമസ് സാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഉള്ളത് സംഘപരിവാർ ശക്തികളുടെ അജണ്ടയാണ്. ആ അജണ്ടയിലേക്ക് കുറച്ചുപേരെങ്കിലും അറിയാതെയോ അറിഞ്ഞോ പെട്ടുപോകുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ വസ്തുത. ഈ KVS ഹരിദാസ്, ഇന്ത്യ എന്ന ആശയം തന്നെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ, ജീവിത രീതിയും വിശ്വാസ പ്രമാണങ്ങളും എല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു രാജ്യം എന്നതാണ്. അതായത് ഏകതയോടുകൂടി നമ്മൾ കഴിയുന്ന ഒരു രാജ്യം എന്നതാണ്. അതിൻ്റെ അടിസ്ഥാന ആശയം മതേതരത്വമാണ്. അതിൻ്റെ രാഷ്ട്രീയ ആശയം അതിന് ജനാധിപത്യ മൂല്യമാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ ഈ പറയുന്ന ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ബാധ്യസ്ഥനായ ചൗക്കിദാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള തീരുമാനമുണ്ടായപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യം, ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് നിന്നും രാഹുൽ ഗാന്ധി ഒളിച്ചോടുകയാണ്. രാഹുൽ ഗാന്ധി പാർലമെന്റിലെത്താൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സഹായം തേടുന്നു. ഈ പരാമർശം ഒരു പ്രധാനമന്ത്രിയുടെ സ്റ്റേച്ചറിൽ നിൽക്കുന്ന ഒരാൾക്ക് യോജിച്ചതാണോ? യോഗി ആദിത്യനാഥ് മുസ്ലിം ലീഗിനെ വിശേഷിപ്പിച്ചത് കോൺഗ്രസിനെ ബാധിച്ച പച്ച വൈറസ് എന്നാണ്. പാകിസ്ഥാൻ പതാകയാണ് വയനാട്ടിൽ ഉയർന്നു പൊങ്ങിയതെന്നാണ് അമിത്ഷാ പറഞ്ഞത്. പാകിസ്ഥാനും കോൺഗ്രസും ചേർന്ന് ഇവിടെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പോകുന്നുവെന്നാണ് BJP നേതാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മേനകാ ഗാന്ധി പറഞ്ഞത്, എന്നെ വിജയിപ്പിക്കാൻ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഞാൻ നോക്കില്ല എന്നാണ്. സംഘപരിവാർ സംഘടനകൾ, BJP, ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നിങ്ങളെല്ലാവരും ഒരുപോലെ ഈ വർഗീയ വിദ്വേഷ പ്രസംഗത്തിൻ്റെ ഭാഗമാകുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കാലുഷ്യം കലർത്തുന്നതിൽ ഇതൊരു വലിയ ഭാഗമാകുന്നില്ലേ? ഇത് ശരിയാണോ ശ്രീ KVS ഹരിദാസ്? അല്ല ഗോപി, ചില ഒറ്റപ്പെട്ട പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ നിഷേധിക്കില്ല. നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ തന്നെ. പക്ഷെ അത് ഒറ്റപ്പെട്ടതാണ് എന്നുള്ള ഓർമ്മ വേണം ആദ്യമായിട്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ അമിത്ഷായുടെ വയനാട്ടിനെ കുറിച്ചുള്ള പരാമർശം ഞാനും നിങ്ങളും കണ്ടതാണ്. മുസ്ലിം ലീഗിൻ്റെ കൊടി പൊതച്ച് നടക്കുന്ന പോലെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും യാത്ര ചെയ്തിരുന്നത് വയനാട്ടിൽ. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ ആ മുസ്ലിം ലീഗിന് ഒരു പാരമ്പര്യമുണ്ട്, ഒരു പഴയ കഥയുണ്ട്. അതേ മുസ്ലിം ലീഗ് ആണോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തർക്കമുണ്ടാവും. പേരൊന്നാണ്, സംസ്കാരം ഒന്നാണ്, ശൈലി ഒന്നാണ്. ആ മുസ്ലിം ലീഗിൻ്റെ കൊടി പൊതച്ച് നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തെ തുറന്നു കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം വയനാട്ടിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ വേറെ മണ്ഡലങ്ങളില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് വയനാട്ടിൽ മത്സരിക്കുന്നില്ല, എന്താണ് തടസ്സം? അല്ല, തെറ്റൊന്നുമില്ല എന്ന്. അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും മത്സരിക്കാം. പക്ഷേ മുസ്ലിം ലീഗ് കൊടുത്ത ഉറപ്പിന്റെ പുറത്താണ്.
അല്ല, ശ്രീ മുസ്ലിം കെ.വി. ലീഗ് ശരി. കൊടുത്ത ഉറപ്പിന്റെയും കരുത്തിന്റെയും പുറത്താണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നതെന്ന് എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം. അല്ല, അങ്ങനെയാണെങ്കിൽ എന്താ തെറ്റ്? മുസ്ലിം ലീഗിന്റെ പതാക പുതച്ചാൽ എന്താ തെറ്റ്? അതെങ്ങനെയാണ് പാകിസ്ഥാൻ പതാകയാകുന്നത്? അതെങ്ങനെയാണ് കോൺഗ്രസിനെ ബാധിക്കുന്ന പച്ച വൈറസ് ആകുന്നത്? പതാക എന്നല്ല അമിത്ഷാ പറഞ്ഞത്. പാകിസ്ഥാനിലെ മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. 1948 മുതൽ രൂപീകൃതമായ ഒരു സംഘടനയാണ്. അവർക്ക് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ 16 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവർക്ക് എംപിമാരുണ്ടായിട്ടുണ്ട്. താങ്കൾ അതിനെ ജനാധിപത്യമായി എതിരുള്ളൂ, അല്ലാതെ താങ്കൾ എന്തിന്റെ പേരിലാണ് അവരെ പാകിസ്ഥാനുമായി ഉപമിക്കുന്നത്? നിരോധിക്കപ്പെട്ട സംഘടന അല്ലല്ലോ. ഞാൻ ജ്യോതികുമാറിനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഒരു കാര്യം ജ്യോതിയെ ഞാൻ ഒരു മിനിറ്റ് അദ്ദേഹം പറയട്ടെ. ഞാൻ പറയട്ടെ ജ്യോതിയെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. 1960 തെരഞ്ഞെടുപ്പ് 57 EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടതിന് ശേഷം കേരളത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ്, അന്ന് പട്ടംതാണപിള്ളയും കോൺഗ്രസും മുസ്ലിം ലീഗും കൂടിയായിരുന്നു മുന്നണി. ചരിത്രം പഠിക്കണം. കോഴിക്കോട് പ്രസംഗിക്കാൻ പണ്ഡിറ്റ് നെഹ്റു വന്നു. നെഹ്റു വരുമ്പോൾ ആ വേദി മുഴുവൻ പച്ചക്കൊടി കൊണ്ട് അലങ്കൃതമായിരുന്നു. നെഹ്റു പറഞ്ഞ കൊടി അഴിച്ചു മാറ്റാതെ ഞാൻ പ്രസംഗിക്കാൻ വരില്ലെന്ന് പറഞ്ഞു. അന്ന് മുസ്ലിം ലീഗിനോട് പണ്ഡിറ്റ് നെഹ്റു എടുത്തൊരു നിലപാടുണ്ട്. ഞാൻ അത് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്തെ, അത് കഴിഞ്ഞിട്ട് പട്ടംതാണപിള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള സർക്കാർ വന്നപ്പോ മുസ്ലിം ലീഗുകാരനെ സ്പീക്കറാക്കി. അതിനുശേഷവും 1963 ഞങ്ങൾ മുന്നണിയായിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് ജ്യോതി. എനിക്ക് ഇപ്പോഴും താങ്കൾ പറഞ്ഞ വാദത്തിൽ എനിക്ക് മനസ്സിലാക്കാത്ത ഒരു ഭാഗം UDF എന്ന് പറഞ്ഞാൽ ഞാൻ വരാം. താങ്കൾക്ക് അദ്ദേഹം മറുപടി പറയട്ടെ. ശ്രീ കെ.വി. സരിദാസ് ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയട്ടെ. ശ്രീ കെ.വി. സരിദാസ്, അതായത് UDFന്റെ ഭാഗമായിട്ടാണ്, UDF കാൻഡിഡേറ്റ് ആയിട്ടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അതായത് താങ്കൾക്ക് തർക്കമില്ലല്ലോ. UDFനകത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ. അതൊരു നിരോധിക്കപ്പെട്ട സംഘടനയല്ല എന്ന് താങ്കൾക്ക് വ്യക്തമാണല്ലോ. അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു. മുസ്ലിം ലീഗിന്റെ പച്ച പതാക ഉയർന്നതിൽ എവിടെയാണ് തെറ്റ്? എന്തിനാണ് അത് പാകിസ്ഥാൻ പതാകയാണെന്ന് പറയുന്നത്? എന്തിനാണ് വർഗീയ സ്വഭാവമുള്ള പരാമർശങ്ങൾ നടത്തുന്നത്? എന്തുകൊണ്ടാണ് ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത്? ഗോപി, ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെ പോയി മത്സരിക്കാമായിരുന്നല്ലോ. ഇവിടെ വരാൻ കാരണം, ഈ മലപ്പുറം ജില്ല ഉൾപ്പെട്ട മണ്ഡലത്തിൽ വരാൻ കാരണം പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അതേ ഉള്ളൂ അമിത്ഷാ. അതൊരു മെസ്സേജ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥികൾ മിനിമം പറയണം ഞങ്ങൾക്ക് ന്യൂനപക്ഷ വോട്ടുകൾ വേണ്ട എന്ന്. അതായത് കേരളത്തിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗമെങ്കിലും ആണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എന്നാൽ നിങ്ങൾ പറയാം ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വേണ്ട, ലീഗ് നേതാക്കളുടെ വോട്ട് വേണ്ട, ലീഗ് അണികളുടെ വോട്ട് വേണ്ട. ഗോപി, മുസ്ലിം ലീഗും അല്ലെങ്കിൽ കേരള കോൺഗ്രസും മാത്രമല്ലല്ലോ ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ കുത്തക കൈവശപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അവരുടെ ഭാഗത്തും ഉണ്ടല്ലോ. ഇല്ല, അവരുടെ കയ്യിൽ ഒരു വോട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരുടെ കയ്യിൽ ഒരു കുത്തകയൊന്നുമില്ല ഇതിനകത്ത്. മുസ്ലിം ലീഗിന്റെ കയ്യിലാണോ ഇവിടുത്തെ എത്രയോ മുസ്ലിങ്ങൾ വേറെ പാർട്ടികളുണ്ട്. ബിജെപിക്കുള്ളതിനേക്കാൾ കൂടുതൽ നിയമസഭയിൽ പ്രാതിനിധ്യം മുസ്ലിം ലീഗിന് ഉണ്ടല്ലോ. നമ്മൾ അതെങ്കിലും മാനിക്കണ്ടേ? ഗോപിയുടെ വാദം സാങ്കേതികമാണ്. നമ്മുടെ വിഷയം അതല്ല. ഞാനിത് സൂചിപ്പിച്ചത് എന്താ, രാഹുൽ ഗാന്ധി അമേത്തിയിൽ നിന്ന് ഓടിപ്പോകുന്നത് ഇവിടെ ഒരു സുരക്ഷിത മണ്ഡലമുണ്ട്. അമേത്തിയിൽ തോക്കുമെന്ന് ഉറപ്പാണ്. ജയിക്കാൻ പറ്റുന്ന വേറൊരു മണ്ഡലമില്ലായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെയാണ് അദ്ദേഹം വന്നത്. ഇവിടെ വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും CPI-കാരനും പിന്തുണയ്ക്കും എന്നുള്ള പ്രതീക്ഷയും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. അതിലും തെറ്റിയിട്ടുണ്ട്. പൂർത്തിയാക്കട്ടെ. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി, PV തോമസ് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. PV തോമസ് പറഞ്ഞല്ലോ, BJP അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇവിടെ വർഗീയ കാർഡ് കളിക്കുകയാണ്, വർഗീയത ഇളക്കി വിടുകയാണ്. 1989 രാമക്ഷേത്രം സംബന്ധിച്ച BJPയുടെ നിലപാടുള്ളത്, പാലംപൂർ റെസൊല്യൂഷൻ. അദ്ദേഹത്തിന് അറിയുമായിരിക്കും, അദ്ദേഹം അന്ന് ഡൽഹിയിലുള്ള ആളാണ്. അതിനുശേഷം നമ്മളൊന്ന് ഓർക്കേണ്ട കാര്യമുണ്ട്. ഈ അയോധ്യയിൽ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടതാരാ? അയോധ്യയിൽ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടതാരാ? ആരാ ശിലാന്യാസം നടത്തിയത്? ചാമക്കാലയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തല്ലേ? എന്തിനു വേണ്ടിയിട്ടാ? വർഗീയ കാർഡല്ലേ അവരവിടെ കളിച്ചത്. ഇന്നിപ്പോൾ
ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം, ഇന്ന് ലക്നൌവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട്, രാജ്നാഥ് സിംഗിനെ നേരിടുന്നത്. അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രസ്താവനയുണ്ട്, രാമക്ഷേത്രം നിർമ്മിക്കാൻ കോൺഗ്രസ്സുകാർ മുൻകൈ എടുക്കണമെന്ന്. ഇന്ന് പറഞ്ഞതാ. അതെന്തുകൊണ്ടാണ് ഇവർ മറക്കുന്നത്? വേറൊന്നുകൂടി, ഇത് കോൺഗ്രസ്സുകാർ ഹിന്ദു കാർഡ് മാത്രമല്ല, ഇസ്ലാമിക കാർഡും കളിച്ചിട്ടില്ലേ? ഷാബാനോ കേസിൻ്റെ സമയത്ത് ഇവർ സ്വീകരിച്ച ഇരട്ടത്താപ്പനത്തായിരുന്നു. സുപ്രീം കോടതി വിധി മറികടക്കാൻ ഇവരെന്തെല്ലാം ചെയ്തു? അതൊക്കെ രാജ്യം കാണുന്നതല്ലേ? നിങ്ങൾ കലിയാണെങ്കിൽ ഞങ്ങൾക്ക് ബജ്രംഗ് ബലിയാണെന്ന് പറഞ്ഞതാരാ? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി, ഞാൻ ആ പോയിന്റഡ് ആയിട്ടാണ് താങ്കളോട് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഈ രാജ്യത്ത് വിവിധ മതസ്ഥർ, വിവിധ വിശ്വാസികൾ, വിവിധ തരത്തിലുള്ള സംസ്കാരത്തെ പിൻപറ്റുന്നവർ, വിവിധ തരത്തിലുള്ള ജീവിത രീതികൾ പിൻപറ്റുന്നവർ ഒരുമിച്ച് വസിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹമാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് നിന്ന് ഒളിച്ചോടുകയാണെന്ന്. അത് വർഗീയതയല്ലേ? അല്ലെന്നേ, യാഥാർത്ഥ്യം പറഞ്ഞാൽ എങ്ങനെ വർഗീയതയാവണേ? ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടി എന്നുള്ള യാഥാർത്ഥ്യം പറയുമ്പോൾ അതെങ്ങനെ വർഗീയതയാവുന്നേ? നിങ്ങളുടെ കൺസെപ്റ്റ് ആയിരിക്കും അത് വർഗീയതയാണെന്നുള്ളത്. ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്തിൽ നിന്ന്, അല്ലെങ്കിൽ 15 വർഷമായിട്ട് അദ്ദേഹം ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് 967 മുതൽ കോൺഗ്രസ് റീറ്റെയിൻ ചെയ്തു വരുന്ന 2 തവണ അവർ അതിനിടയ്ക്ക് തോറ്റിട്ടുള്ളൂ. ആ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് നിക്കക്കള്ളിയില്ലാതെ ഓടിച്ചോടി പോകേണ്ടി വന്നാൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് സാമാന്യമായ രാഷ്ട്രീയമല്ലേ? അതിന് ജ്യോതികുമാർ ചാമക്കാല മറുപടി പറയും. എനിക്ക് അതിനു മുൻപ് ഞാൻ ഇതുവരെ പോയിട്ടില്ല ജെയ്ക് സി തോമസിന്റെ അടുത്ത്. ജെയ്ക്, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു, അതായത് കേരളത്തിൽ ശബരിമല ഒരു വലിയ വിഷയമാക്കി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇന്ന പാർട്ടി എന്നില്ല, ഇന്ന നേതാക്കൾ എന്നില്ല, പലരും പല സന്ദർഭങ്ങളിലായി ഈ പറയുന്ന മതവികാരത്തെ ഇളക്കി വിടുന്ന, വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ സ്ത്രീവിരുദ്ധ, ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നുണ്ട്. വ്യക്തിവിരോധം പ്രകടമായി തന്നെ ഈ പ്രചാരണത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ പുറത്തു വരികയുണ്ടായി. ഇപ്പോൾ BJP പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ പോലൊരാളെ BJP സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അതിൽ KBSN വിശദീകരണം ഉണ്ടാവും, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിൽ മാത്രം ആരോപിക്കപ്പെടാവുന്ന ഒരു കുറ്റമാണോ? അതല്ല. ശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഇത് രാജ്യത്തിൻ്റെ ഭൂതകാല തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ BJP ഇന്ന് ഉപയോഗിക്കുന്ന ഈ മതപരമായ വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ടുള്ള വിദ്വേഷ പ്രചരണ തന്ത്രങ്ങൾ അത് ഈ രാജ്യത്ത് തുടക്കം കുറിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ് എന്നത് നമുക്ക് നിസ്സംശയം ചരിത്രത്തിൽ തന്നെ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് കാണാൻ വേണ്ടി കഴിയും. ഞാൻ അതിൻ്റെ 1-2 ഉദാഹരണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ആദരണീയനായ ശ്രീ KVS ഹരിദാസ്, അദ്ദേഹത്തോട് പ്രായത്തിൻ്റെ മാത്രം ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഹരിദാസിനോട് എനിക്ക് വിയോജിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എത്രമാത്രം വർഗീയത ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വിഷലിപ്തമാക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്, അതിൻ്റെ ജൽപ്പനങ്ങളാണ് ആദരണീയനായ ഹരിദാസ് ഇവിടെ നടത്തിയത്. ബഹുമാനീയനായ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തക, നിങ്ങൾക്ക് എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ പതാക കാണുമ്പോൾ ഇന്ത്യയുടെ ശത്രു രാജ്യമെന്ന പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പാകിസ്ഥാനെ കുറിച്ച് ഓർമ്മ വരുന്നത്? ഏത് അർത്ഥത്തിലാണ് ഈ രാജ്യത്തെ മതപരമായി മാത്രം വയനാടിനെയും അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഇതര പ്രദേശങ്ങളെയും നോക്കിക്കാണാൻ നിങ്ങൾക്ക് കരുത്തു പകരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് വടക്കേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഒക്കെ RSSന്റെ BJPയുടെ നേതാക്കന്മാർ ഉയർത്തുന്ന പ്രചരണം, അത് നമുക്ക് ചരിത്രത്തിൽ ഉദാഹരണങ്ങളുണ്ട്, അതിന് ഒരു പുതുമ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ പ്രചരണത്തെ എങ്ങനെയാണ് നിങ്ങളെപ്പോലൊരു മാധ്യമ പ്രവർത്തനെ കേരളത്തിൽ നിന്ന് ഏറ്റുപിടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ലീഗിൻ്റെ പതാക, പച്ച പതാക കാണുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പാകിസ്ഥാനെ മാത്രം ഓർമ്മ വരുന്നു? പച്ച നിറമായിട്ടുള്ള സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെ, നമീബിയ ഉൾപ്പെടെയുള്ള ഇതര ലോകരാജ്യങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ആ രാജ്യങ്ങളുടെ ഒന്നും പേര് പറയാതെ പാകിസ്ഥാന്റെ പേര് മാത്രം പറയുന്നു? അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം ഈ പരമസ്പഷ്ടമായിട്ട് നമ്മുടെ ഈ വാർത്ത കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ശിഥിലീകരിച്ച് അപരരായ മതത്തിൽപ്പെട്ട ആളുകളെ ശത്രുവായി കാണുന്ന തീവ്ര വർഗീയതയുടെ മുഖമാണ് നിങ്ങളിപ്പോൾ നടത്തിയ പ്രസംഗം. ഞങ്ങൾക്ക് ലീഗിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ലീഗ് ഉയർത്തുന്ന മതരാഷ്ട്രീയത്തോട് പല ഘട്ടത്തിലും അത് മതരാഷ്ട്രീയമാണ് എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലീഗിനെ പാകിസ്ഥാനുമായിട്ട് ഉപമിച്ചിട്ടല്ല ഞങ്ങൾ ലീഗിന്റെ രാഷ്ട്രീയത്തെ എതിർത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച ഗോപിയുടെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ആദരണീയനായ മാധ്യമ പ്രവർത്തകൻ ശ്രീ PV തോമസ് ഒരു വരിയിലെങ്കിലും വളരെ പ്രസക്തമായ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. BJP ഇന്ന് തീവ്ര ഹിന്ദുത്വ കാർഡ് ഇറക്കുന്നതിന്
മുമ്പായി തന്നെ കോൺഗ്രസ് ആണ് ആ മൃദുഹിന്ദുത്വ കാർഡിറക്കി ഇവരെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. ജ്യോതികുമാർ ചാമക്കാല വിയോജിക്കുമെങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രസക്തമായ ആദരണീയനായ ജ്യോതികുമാർ ഉൾപ്പെടെ വായിച്ചിരിക്കേണ്ട ശ്രീ PV തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരു പുസ്തകം പൊളിറ്റിക്സ് ആഫ്റ്റർ ടെലിവിഷൻ എന്ന് പറയുന്ന അരവിന്ദ് രാജഗോപാൽ എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം മാത്രം പരിശോധിച്ചാൽ മതി. അതിൽ പറയുന്നുണ്ട് 80-കൾക്ക് ശേഷം മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്ന നിലപാട്, എന്ന രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനമാണ്, രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് താങ്കളുടേത്. ഒന്ന്. രണ്ട്, ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ഈ വർഗീയ വിദ്വേഷ പ്രചാരണ പ്രസംഗങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. സ്ത്രീ വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ പ്രചാരണ ഘട്ടത്തിൽ വളരെ കൗശലപൂർവ്വം പ്രയോഗിക്കപ്പെട്ട സന്ദർഭങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇടതുമുന്നണി കൺവീനർ വിജയരാഘവനും അകപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പേരിൽ രമ്യ ഹരിദാസ് നൽകിയിട്ടുള്ള പരാതി, വനിതാ കമ്മീഷൻ ആ പരാതിയിൽ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന ആക്ഷേപം ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിക്കുണ്ട്. സുധാകരനെതിരായിട്ടുള്ള ഒരു പരാമർശം, അത് ഒരു സ്ത്രീവിരുദ്ധ പരാമർശം ഫേസ്ബുക്കിൽ വന്നപ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കുകയും രമ്യ ഹരിദാസിന്റെ പരാതിയിൽ നടപടി സ്വീകരിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിജയരാഘവൻ ആ കാര്യത്തിൽ ആരോപണ വിധേയനായി നിന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ മുഴുവൻ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് നേരെയും ആരോപണങ്ങളുണ്ട്. ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല ശ്രീ ഗോപി. നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും യോഗി ആദിത്യനാഥിൻ്റെയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെയും ഉൾപ്പെടെ മതത്തെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ പ്രചരണ വിദ്വേഷ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആദരണീയനായ വിജയരാഘവന്റെയും കേരളത്തിലെ ഈ കാര്യം എടുത്തുവെച്ച് അതിനെ സമീകരിക്കുന്നത് അതൊരു തെറ്റായ സമീകരണമായി പോയി. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ഘട്ടത്തിലുടനീളം നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലുടനീളം ഒരു പുതിയ ട്രെൻഡ് ഉണ്ടായിരിക്കുന്നു. രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് പകരം, നയ സമീപനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം, വാഗ്ദാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം, ഈ സർക്കാർ നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം വ്യക്തിവിരോധവും അതോടൊപ്പം തന്നെ സാമുദായിക സ്വഭാവമുള്ള പരാമർശങ്ങളും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും എന്തുകൊണ്ട് ഉന്നയിക്കപ്പെടുന്നു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷിയിലെ നേതാക്കൾ എന്നതാണ് നമ്മുടെ വിഷയം. ശ്രീ ഗോപി ആവർത്തിച്ച് പറഞ്ഞത് വിജയരാഘവന്റെ പ്രസംഗത്തിലേക്കായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് തന്നെ മറുപടി പറയാം. പക്ഷേ എല്ലാ ഘട്ടത്തിലും ഏതു തെരഞ്ഞെടുപ്പ് യോഗത്തിലും വിജയരാഘവൻ്റേത് ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ, നിങ്ങൾ പരിപൂർണമായി ടെലികാസ്റ്റ് ചെയ്താൽ വളരെ കൃത്യമായി ഈ നാട്ടിൽ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ, എങ്ങനെ കേരളത്തിലെ സർക്കാർ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് ബദലാകുന്നു, എങ്ങനെയാണ് വർഗീയതയ്ക്കെതിരെ സമരസപ്പെടാത്ത കേന്ദ്രമായി കേരളത്തെ ഇടതുപക്ഷ സർക്കാർ സംരക്ഷിക്കുന്നത്, ഈ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ തന്നെയാണ് കേരളത്തിലും രാജ്യത്തും ഇടതുപക്ഷം ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. ഗോപി ചൂണ്ടിക്കാണിച്ച വിഷയത്തിലേക്ക് വരാം. ഏതാണ് രമ്യ ഹരിദാസിന് എതിരെയുള്ള പ്രയോഗമെന്ന തരത്തിൽ, സ്ത്രീ വിരുദ്ധമായ പ്രയോഗമെന്ന തരത്തിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യം, അവിടെ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? അതിനെ സംബന്ധിച്ച് ആലത്തൂരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് എതിർപ്പുണ്ട്. അവർ, ഞാൻ മനസ്സിലാക്കുന്നത്, കോടതിയിലടക്കം പോലീസിലടക്കം പരാതിപ്പെട്ടിട്ടുണ്ട്. ആ പരാതികളൊക്കെ തികഞ്ഞ ജനാധിപത്യ ബോധത്തോടുകൂടെ തന്നെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യപ്പെടും. നടപടിയെടുത്തില്ല. പക്ഷേ സുധാകരന്റെ കാര്യത്തിൽ സ്വമേധയാ കേസെടുത്തു, നടപടിയെടുത്തു. അതാണ് ആക്ഷേപം. വനിതാ കമ്മീഷൻ, അത് ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഇവർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവർ കോടതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത്തരം പരാതികളൊക്കെ ജനാധിപത്യപരമായി മുമ്പോട്ടേക്ക് പോവുക തന്നെ ചെയ്യട്ടെ. അതാണ് അക്കാര്യത്തിലുള്ള ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ ആ പ്രസംഗത്തിലേക്ക് ഞാൻ വരാം. എനിക്ക് വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകണം. നമുക്ക് ഇതിന്റെ തുടർ ചർച്ചകളിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നേതാക്കൾ വിഷം വമിപ്പിക്കുന്ന പ്രസംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് പുറത്തേക്ക് വിടുന്നത്? ഇതാണ് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്കും ചർച്ചയിലേക്കും മടങ്ങി വരാം. This is 24. You are watching 24. എൻകൗണ്ടർ തുടർന്നു. ശ്രീ PV തോമസ്, നമ്മൾ ഈ ഒരു ട്രെൻഡിനെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ ബാധകമായ ഒരു പ്രശ്നമായി തന്നെ കാണണമോ, അതല്ല ഇത് സംഘപരിവാർ സംഘടനകൾ കൂടുതലായി ഇത് പ്രയോഗിക്കുന്നു എന്ന് കാണണമോ? എന്തുകൊണ്ട് വർഗീയ വിഷം വമിക്കുന്ന പ്രചരണം നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, 2014 മുതൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നതാണ്, മുമ്പുള്ള ഞാൻ പിന്നീട് പോകാം. 2014 മുതൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വർഗീയ വിഷം വമിക്കുന്ന സംഭവങ്ങളാണ്. തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിന് മുമ്പ് അതായിരുന്നു. അതുകൊണ്ടൊക്കെയാണല്ലോ ഈ പശുപാലകർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം വന്നിട്ട് സാധാരണ ആൾക്കാരെ കൊല്ലുന്നതും കാര്യങ്ങളെല്ലാം ഉണ്ടായത്. അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിന് മുമ്പും അതിൻ്റെ ഒരു ഭാഗമാണിത്. 2014 ഞാൻ ഓർക്കുന്നു, ഞാൻ ഇപ്പോഴും ഓർമ്മിച്ചിരിക്കുന്നു, നരേന്ദ്രമോദിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്
ഐ ആം എ ഹിന്ദു നാഷണലിസ്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനൊരു ഹിന്ദു ദേശീയവാദിയാണെന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ പ്രധാനമന്ത്രി ആകാൻ പോകുന്നയാൾ ഒരു ഹിന്ദു ദേശീയവാദിയാണോ? ഒരിക്കലും ഒരു മനുഷ്യനും ഞാനൊരു എൻ്റെ പേര് കൊണ്ട് ക്രിസ്ത്യനാണെന്നറിയാം, ഒരു ക്രിസ്തീയ ദേശീയവാദി എന്ന് ഞാൻ പറയില്ല. അതുപോലെ ഒരു മുസ്ലിം ദേശീയവാദി എന്നാരും പറയാൻ പാടില്ല. ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് എന്നാണ് പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ് അത് പറഞ്ഞത്. അതിപ്പോൾ ഞാൻ അപ്പോൾ തന്നെ എനിക്ക് അതിനു മുമ്പ് എനിക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അറിയാമായിരുന്നു. സംഘപരിവാർ തൊട്ട് 2002 മുസ്ലിം ഹത്യ തൊട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാമായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞാണ്. അതിൻ്റെ ഒരു പിന്തുടർച്ച തന്നെയാണിത്. അദ്ദേഹത്തെ ജയിപ്പിച്ചു, അദ്ദേഹം ജയിച്ചു, അദ്ദേഹം അധികാരത്തിൽ വന്നു. അദ്ദേഹം വീണ്ടും ഒരുപക്ഷെ അധികാരത്തിൽ വന്നേക്കാതിരിക്കുകയോ ചെയ്യാം, എന്തുമാകട്ടെ. പക്ഷേ ഇവിടെ നടക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് മുഴുവനും പരിപൂർണമായിട്ടും മതത്തിൻ്റെ ധ്രുവീകരണത്തിനായിട്ടുള്ള ഒരു മുദ്രാവാക്യം നടക്കുന്നത്. അത് മോഡി മാത്രമല്ല, മോഡി, അമിത്ഷാ, മേനകാഗാന്ധിയും ഉണ്ട്, അതുപോലെ തന്നെ പലരുമുണ്ട്, എല്ലാവരുമുണ്ട്. അങ്ങനെ നടത്തിക്കൊണ്ടാണോ നമ്മുടെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വളരെ വളരെ പൂറായിപ്പോയി, വീക്കായിപ്പോയി. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അവസാനം സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കലുഷിതമായിട്ടുള്ള വിഷം വമിക്കുന്ന ഒരു പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രചരണത്തിൽ അതിന് നേരിടുവാനായിട്ട് ആർക്ക് സാധിക്കും? ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മതവിഭാഗങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വോട്ട് ചോദിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ പയറ്റുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ കോൺഗ്രസ് നടത്തി പരിശീലിച്ച ഒന്നാണ് എന്ന ആക്ഷേപമാണ് KVS ഹരിദാസ് ഉന്നയിച്ചത്. അല്ല, അദ്ദേഹത്തിന് എന്തും പറയാമല്ലോ. അദ്ദേഹത്തിന് പച്ച കണ്ടാൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ചുവപ്പ് കണ്ട കാളയെ പോലെയെന്ന്. ഇപ്പോൾ പച്ച കണ്ട സംഖ്യയെ പോലെ എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. എൻ്റെ സുഹൃത്ത്, എൻ്റെ കുഞ്ഞനിയൻ ജയ്ക്ക് പറഞ്ഞു പോയത് ഞങ്ങളുടെ ഹിന്ദുത്വ സമീപനത്തെക്കുറിച്ചൊക്കെയാണ്. ഞാൻ അദ്ദേഹത്തെ കൂടുതലൊന്നും പറയുന്നില്ല, കൊച്ചനിയനാണ്. പിന്നെ നിങ്ങൾ പശ്ചിമ ബംഗാൾ എത്രയോ വർഷം അധികാരത്തിലുണ്ടായിരുന്നു. അവിടെ സിംഗൂരിലൊക്കെ നടത്തിയിട്ടുള്ള വികസന നേട്ടങ്ങളും നിങ്ങളെ സോഷ്യലിസം നടപ്പാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് നിങ്ങളുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറെ പശ്ചിമ ബംഗാളിൽ ഇറങ്ങാൻ സമ്മതിക്കാതെ ഓടിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പോകാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിൻ്റെ വണ്ടി അടിച്ച് തകർക്കുന്നു, അദ്ദേഹത്തിന് ഇരിക്കാനും നിൽക്കാനും കഴിയാത്ത സാഹചര്യത്തിൽ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഞാൻ അത്രയും മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. നിങ്ങൾ നടപ്പിലാക്കിയ സോഷ്യലിസത്തെക്കുറിച്ച് കേരളത്തിലെ ഏകദേശം സമാന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ആദ്യഘട്ടത്തിലാണ്. അത് നിൽക്കട്ടെ. ഇവിടെ ശ്രീ KVS ഹരിദാസ് പറഞ്ഞു പോയ കുറേ കാര്യങ്ങൾ, അമേത്തിയിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടിയതാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാരണാസിയിലും അതുപോലെ വഡോദരയിലും ഒരേപോലെ മത്സരിച്ചയാളാണ് മോദി. നിങ്ങളുടെ വാജ്പേയി ഒന്നിലധികം മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ളതാണ്. പക്ഷേ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ഒളിച്ചോട്ടമാകുന്നു. അപ്പോൾ സൗത്ത് ഇന്ത്യ എന്താ ഒളിച്ചു താമസിക്കാനുള്ള സ്ഥലമാണോ? അപ്പോൾ നിങ്ങളെ BJPയെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യ നിങ്ങൾ ഒഴിവാക്കുമോ? നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയുടെ വോട്ട് വേണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ സൗത്ത് ഇന്ത്യയെ നിങ്ങൾ എന്തിനു മാറ്റി നിർത്തണം? അതൊരു മെസ്സേജ് കൊടുക്കാനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് പുച്ഛിച്ച് തള്ളുന്നത്? നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുച്ഛിക്കാൻ ശ്രമിക്കുന്നത്? ഒരു ശ്രീ KVS ഹരിദാസ് അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്, സംഖ്യയാണെങ്കിലും. പക്ഷേ പറയാതെ വയ്യ, അങ്ങ് ഈ എന്താ പറയുന്നത്, മോദിയെ പോലെയും അമിത്ഷായെ പോലെയും ഒന്നുപോലെ വിവരം കിട്ടവരായി ആ ഗണത്തിലേക്ക് അങ്ങ് മാറരുതെന്ന് മാത്രം വളരെ ബഹുമാനപൂർവ്വം അങ്ങോട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്. രണ്ട്, ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നിങ്ങളുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ പ്രശ്നം അയോധ്യ പോലെ തന്നെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹമില്ലെന്നേ. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ നിയമപരമായും ഭരണപരമായും, നിങ്ങൾ ഇനി എന്ത് ചെയ്യാനാ? നിയമപരമായി ഈ പറയുന്ന റിവ്യൂ ഹർജിയെ സംബന്ധിച്ച് അത് പരിഗണിച്ച് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് മാത്രമേ ഇനി വരാനുള്ളൂ. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയും? മറിച്ച് പാർലമെന്റിൽ നിങ്ങൾക്ക് നിയമം കൊണ്ടുവരാനായിരുന്നെങ്കിൽ നിങ്ങൾ നേരത്തെ കൊണ്ടുവരാമായിരുന്നല്ലോ, ഈ പ്രശ്നം ഇത്രയൊക്കെ ഉണ്ടാക്കാതിരിക്കാമായിരുന്നല്ലോ, ഈ വിഷയം ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വിഷയം ആവശ്യമാണ് എന്ന് നിങ്ങൾ തയ്യാറാക്കി നിങ്ങൾക്ക് ഇത് പരിഹരിക്കണമെന്ന് ആഗ്രഹവുമില്ല ഒരു ഭാഗത്ത്. മറുഭാഗത്ത് LDFനെ സംബന്ധിച്ച് കോടതി ജഡ്ജ്മെന്റ് വന്നപ്പോൾ തന്നെ അത് എടുത്തുകൊണ്ടിറങ്ങി BJPക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്നത് ആരെങ്കിലും തെറ്റു പറഞ്ഞാൽ അവർ കുറ്റം പറയാൻ പറ്റുമോ? ഞങ്ങൾ കോൺഗ്രസ്സുകാരെ പറയുന്നുണ്ടല്ല, ജനങ്ങൾ മുഴുവൻ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം LDF സർക്കാർ ഇപ്പോൾ അതിന്റെ നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ചോ അവരുടെ വനിതാ മുതലിനെക്കുറിച്ചോ ഇലക്ഷൻ പ്രചാരണത്തിലേക്ക് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. ഇനി നമുക്ക് 3 മിനിറ്റേ ഉള്ളൂ എന്നതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കളോട് ക്ഷമിക്കണം. ജെയ്സി തോമസ്, ഈ പറയുന്ന ആക്ഷേപങ്ങൾ, അതായത് ശബരിമല ഒരു വിഷയമാണ്, ശബരിമലയാണ് വിഷയമെങ്കിൽ ശബരിമല അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇതൊരു വിഷയമല്ല എന്ന് പറയുമ്പോഴും ആ വിഷയത്തിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അത് സംഘപരിവാർ സംഘടനകൾ ഉണ്ടാക്കിയതായാലും ശരി, അതല്ല ഇനി വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതായാലും ശരി, അതിന് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടങ്ങളിലെല്ലാം ഒരു മിതത്വം പാലിക്കാതെ, ഒരു മര്യാദ പാലിക്കാതെ ഈ കാര്യങ്ങളിൽ ഇടപെടുന്ന മതവും ജാതിയും ഒക്കെ ഒരു വിഷയമാക്കുന്ന ഒരു രീതി ഉണ്ടാകുന്നുണ്ട്. അതിൽ എല്ലാവരും ഒരുപോലെ കുറ്റക്കാരാകുന്നുണ്ട്.
അതെങ്ങനെയാണ് ശ്രീ ഗോപികൃഷ്ണൻ അങ്ങനെ ഒരു സമീകരണത്തിലേക്ക് വരാൻ കഴിയുന്നത്? അതിലെങ്ങനെയാണ് എല്ലാവരും ഒരേപോലെ കുറ്റക്കാരാകുന്നത്? നമ്മൾ മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ്. ശനി ശിക്നാപൂർ ക്ഷേത്രത്തിലേക്ക് ഏതാണ്ട് 4 നൂറ്റാണ്ടിന് ശേഷമാണ്, മിത്തുകൾ പറയുന്ന പ്രകാരമാണെങ്കിൽ 4 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അവിടെ സ്ത്രീ പ്രവേശനം സാധ്യമാകുന്നത്. ഹാജി അലി ദർഗയിൽ കോടതി വിധി മുഖാന്തരമാണ് സ്ത്രീ പ്രവേശനം സാധ്യമാകുന്നത്. സമാനമായ അർത്ഥത്തിൽ കേരളത്തിൽ ഫണ്ടമെന്റൽ റൈറ്റിനെ അവഗണന ചെയ്തുകൊണ്ട് ആദരണീയനായ ഇന്ത്യൻ സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവന നടത്തി. ഒരു വളരെ റൈഷ്യസായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ആ വിധിയെ നടപ്പിലാക്കുവാൻ കേരളത്തിലെ സർക്കാർ ഇച്ഛാശക്തിയോടുകൂടെ പ്രവർത്തിച്ചു. അതിൽ എവിടെയാണ് എല്ലാവരും ഒന്നാണ് എന്ന തരത്തിലൊരു സമീകരണം സാധ്യമാകുന്നത്? അതിൽ RSS വർഗീയമായ അജണ്ടയോടുകൂടെ പ്രവർത്തിച്ചു. RSSന്റെ തണലിലേക്ക് പതാക എടുക്കാതെ അണികളെ പറഞ്ഞയച്ചു ശ്രീ ജ്യോതികുമാറിന്റെ പ്രസ്ഥാനം. അതുകൊണ്ട് എന്തുണ്ടായി? G. രാമചന്ദ്രൻ നായർ മുതൽ നമ്മുടെ നാട്ടിൽ J. പ്രമീളാദേവി മുതൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയ്ക്കൊക്കെ കോൺഗ്രസിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ മുതൽ എല്ലാവരും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒന്നൊഴിയാതെ ഒരു പ്രവാഹം എന്ന പോലെ RSSന്റെ കൂടാരത്തിലേക്ക് കേരളത്തിൽ മാത്രം പോകുന്നു നമ്മൾ സമീപത്ത് കണ്ടു. അപ്പോൾ ഈ പ്രചാരണം CPM ബന്ധമുണ്ടെന്ന് പറയാമോ? NDAയുടെ എത്ര സ്ഥാനാർത്ഥികൾക്ക് CPMന്റെ പൂർവ്വകാല ബന്ധമുണ്ടെന്ന് പറയാൻ കഴിയുമോ? എറണാകുളത്ത് മത്സരിക്കുന്നയാൾ, ഇടുക്കിയിൽ മത്സരിക്കുന്നയാൾ, സുപ്രധാനമായ പദങ്ങൾ അലങ്കരിച്ചിരുന്ന ആളുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെന്തിനാണ് ദോഷാകുലനാകുന്നത്? ഞാൻ ഇടപെട്ടെ. എനിക്ക് 1 മിനിറ്റ് സമയമുള്ളൂ. ഞാൻ ശ്രീ KVS ഹരിദാസിലേക്ക് ചർച്ച അവസാനിപ്പിക്കുകയാണ്. ശ്രീ KVS ഹരിദാസിലേക്ക്. ശ്രീ KVS ഹരിദാസ്, പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ പോലെ ഒരാളെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് BJP നൽകാൻ ഉദ്ദേശിക്കുന്നത്? പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്നും ഒറ്റപ്പെട്ട പരാമർശങ്ങളെന്ന് പറഞ്ഞ് ഈ വിവാദ വർഗീയ പരാമർശങ്ങളുടെ കളങ്കത്തിൽ നിന്ന് സംഘപരിവാർ സംഘടനകൾക്ക് മാറി നിൽക്കാൻ കഴിയും? അല്ല ഗോപി, പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലുണ്ടായിരുന്ന ആ മണി എഴുതിയ പുസ്തകം വായിച്ചാൽ ബോധ്യമാവും. അവരിന്ന് വാർത്താ സമ്മേളനത്തിൽ അവർ വിശദീകരിച്ചിട്ടുമുണ്ട്. അതൊരു കെട്ടിച്ചമച്ച കള്ളക്കഥയായിരുന്നു UPAയുടെ കാലഘട്ടത്തിൽ. അത് കോടതിയിലാണ്, കോടതി തീരുമാനിക്കട്ടെ, വിചാരണ ചെയ്യട്ടെ. അവരെ ഇതുവരെ ശിക്ഷിച്ചിട്ടൊന്നുമില്ല. ഒന്ന് അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ആക്ഷേപം എന്താ? അതുപോലെ എന്തെല്ലാം കേസുള്ള ആൾക്കാർ മത്സരിക്കുന്നുണ്ട്. ഇവരുടെ പേരിൽ ഒരു കെട്ടിച്ചമച്ച കേസുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന രേഖകൾ പൊതുമണ്ഡലത്തിലുണ്ട്. ആരാണ് പറയൂ? വടകരയിലെ LDF സ്ഥാനാർത്ഥിയുടെ കേസുകളെ സംബന്ധിച്ച് അങ്ങൊന്നും കാണുന്നില്ലേ? അല്ല സജീവമാണോ? അല്ല ജ്യോതി, അതുപോലെ അനവധി സ്ഥാനാർത്ഥികളുണ്ട്, കേസുള്ളവര്, വിചാരണ നേരിടുന്നവര്. അവർക്കൊന്നും സാങ്കേതികമായ തടസ്സമില്ല എന്നതേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അതൊരു ഇഷ്യൂ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് ഭോപ്പാൽ അത് ചർച്ച ചെയ്യട്ടെ. ഭോപ്പാലിൽ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ നിൽക്കുമ്പോൾ അത് ചർച്ച ചെയ്യട്ടെ, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ വലിയ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഈ ചർച്ച സമഗ്രമാണെന്നും പൂർണ്ണമാണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഏതായാലും പല തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഈ ചർച്ചയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമാണ് ഈ ചർച്ച ആയിൽ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.